ദക്ഷിണ ലേണിംഗ്സിന്റെ കറന്റ് അഫയേഴ്സ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെന്റ് ആയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ US-ചൈന ട്രേഡ് വാർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തിക്തഫലമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ ഫുൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ തന്നെയാണെങ്കിലും വളരെയധികം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെയധികം താഴേക്ക് ക്രാഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ COVID-19 ശേഷം ക്രാഷ് ആയതിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് ക്രാഷ് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ക്രാഷ് ഏറ്റവും താഴത്തെ നിലയിലേക്കാണ് ഇന്ത്യയിലെ സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി അതിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ സെൻസെക്സ് ഇപ്പം ഡ്രോപ്പ് ചെയ്തേക്കുന്നത് എന്താണ്, ഏകദേശം ഇപ്പം 3% ഡ്രോപ്പ് സെൻസെക്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ നിഫ്റ്റിന്റെ കാര്യത്തിൽ 3.24% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത് ട്രിഗർ ചെയ്തേക്കുന്നത് നമ്മൾ പറയുന്നത് US-ചൈന ട്രേഡ് ടെൻഷൻസ് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു ക്രാഷ് ഇൻഫ്ലുവൻസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു 50% അഡീഷണൽ താരിഫ്സ് ഓൺ ചൈനീസ് ഇമ്പോർട്ട്സ്. ചൈനീസ് ഇമ്പോർട്ട്സിലേക്കൊക്കെ എന്ത് ചെയ്യും, 50% ഇനി താരിഫ് വീണ്ടും കൂട്ടാൻ പോവാണെന്ന് ഡൊണാൾഡ് ട്രംപ് ത്രട്ടൻ ചെയ്തിട്ടുണ്ടെന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്തു, ഒരു US-ചൈന ട്രേഡ് വാറിലേക്ക് ലീഡ് ചെയ്തു. അങ്ങനെ ലീഡ് ചെയ്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇപ്പം ട്രേഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കൊമേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ് ചൈന എന്ന് പറയുന്നത്. അപ്പം ചൈനയും US-ഉം തമ്മിൽ ഈ ഒരു ട്രേഡ് വാർ വന്നപ്പോഴത്തേക്ക് ഇത് ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെയൊക്കെ അഫക്ട് ചെയ്തു. എസ്പെഷ്യലി എന്താണ് ജപ്പാൻ, സൗത്ത് കൊറിയ, ഹോങ്കോങ്, അതുപോലെ തന്നെ എന്താണ് എസ്പെഷ്യലി ഇന്ത്യയും എന്ത് ചെയ്തു, ഈ ഒരു ട്രേഡ് വാർ അഫക്ട് ചെയ്തു. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി 50. എന്താണ് സെൻസെക്സ്, അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി? ഓക്കെ, അപ്പം ഈ സെൻസെക്സും അതുപോലെ തന്നെ നിഫ്റ്റിയുമാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും കീ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും കീ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസസ് ആണ് എന്ത്, സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. ഓക്കെ, ഇനി സെൻസെക്സ് എന്ന് പറയുന്നത് എന്താണ്, ട്രാക്സ് ദ പെർഫോമൻസ് ഓഫ് 30 ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്റ്റീവ്ലി ട്രേഡഡ് കമ്പനീസ് ഓൺ ദ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇത് സെൻസെക്സ്. അതുപോലെ തന്നെ നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഈ 50യിൽ നിന്ന് നിങ്ങൾ എടുത്താൽ മതി, tracks the performance of 50 companies listed on the National Stock Exchange of India. ഇന്ത്യൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ 50 കമ്പനീസ്, ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള 50 കമ്പനീസിന്റെ പെർഫോമൻസ് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഇത് നിഫ്റ്റി 50. ഇനി ഈ ഒരു സെൻസെക്സും നിഫ്റ്റിയുമാണ് നമ്മുടെ ഒരു എക്കണോമിക് ബാരോമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ രണ്ട് ഇൻഡീസസ് ആണ് നമുക്ക്. ഇറ്റ് പ്രൊവൈഡ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് ദ ഓവറോൾ ഹെൽത്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് എക്കോണമി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബൂമിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിക്ലൈനിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എക്കണോമിക് ബാരോമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ഇൻഡീസസ് ആണ് ഇതൊക്കെ, സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. ഓക്കെ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഇൻഡീസസ് ആണ് ഫോർ ബെഞ്ച് മാർക്കിംഗ് പോർട്ട്ഫോളിയോ പെർഫോമൻസ്, അതുപോലെ ക്രിയേറ്റിംഗ് ഇൻഡെക്സ് ഫണ്ട്സ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് മാർക്കറ്റ് ട്രെൻഡ്സ്. നമ്മളിപ്പം ആഡ്സിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് സഹിഹ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ലോങ് ടൈം ആയിട്ട് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആഡ്സ് ഇപ്പം കൂടുതലായിട്ടും നമ്മളിപ്പം IPL ഒക്കെ കാണുന്ന ഇടയിലാണെങ്കിലും കൂടുതലായിട്ടും ഈ ആഡ്സ് ആണ് വരുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പൊ എന്താണ് ഒരു ഡിക്ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ബൂമിന് വേണ്ടി അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണം. എങ്കിലേ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സ് കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു രീതിക്കാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ള എന്താണ്, ഇന്ത്യൻ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ഇമ്പാക്ട് ഓഫ് ഗ്ലോബൽ എക്കണോമിക് ഡെവലപ്മെന്റ്സ് ഓഫ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇപ്പം ഗ്ലോബലി എന്തെങ്കിലും ഒരു എക്കണോമിക് ട്രെൻഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ഇന്ത്യയുടെ കേസിൽ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ US-ചൈന ട്രേഡ് വാർ, ആ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന മറ്റ് ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യയെ അതെങ്ങനെ ബാധിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ എക്കണോമിക് വൾണറബിലിറ്റീസ് ഇൻ ഗ്ലോബലൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഇപ്പം US-ന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ യൂറോപ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചൈനയുടെ കാര്യത്തിലോ അങ്ങനെയുള്ള ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾക്കുണ്ടാകുന്ന എന്തെങ്കിലും ക്ഷതം അത് ഉറപ്പായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഷോക്ക് ഉണ്ടാക്കും. അങ്ങനെ ഷോക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ എക്കണോമിക് വൾണറബിലിറ്റി അല്ലെ, ഗ്ലോബലൈസ്ഡ് ഫിനാൻഷ്യൽ
ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഒരു എക്കണോമിക് വൾണറബിലിറ്റി ആണോ, അല്ലെങ്കിൽ ഈ ഒരു എക്കണോമിക് വൾണറബിലിറ്റിയെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ന്യൂസിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യാനുള്ളത്. ഇനി അടുത്തൊരു ന്യൂസ് നമ്മുടെ ID വേഴ്സസ് യുണീക്ക് ID കൺഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്ലീൻ വോട്ടർ ലിസ്റ്റ് ഓഫ് ദ ചോയ്സ് ഓഫ് ചോയ്സ് ഓഫ് ആധാർ ലിങ്കേജ്. ക്ലീൻ വോട്ടർ ലിസ്റ്റ് ആണോ നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ആധാർ ലിങ്കേജ് ആണോ നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഒരു അടുത്തൊരു ഡിബേറ്റ് ആയിട്ട് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഇന്ത്യയുടെ കണ്ടക്സ്റ്റ് എടുക്കുവാണെങ്കിൽ ഇന്ത്യ ഇപ്പം ഓരോ പർപ്പസിന് വേണ്ടിയിട്ടും ഓരോ IDs നമുക്ക് തരാറുണ്ട്. ഇപ്പം ലൈസൻസ് ആയിട്ടും അതുപോലെ തന്നെ വോട്ടർ ID ഒക്കെ ആയിട്ടും ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് തരുന്ന ഓരോ ID കാർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആധാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എടുക്കുവാണെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റിയാണ്. അതുപോലെ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ഇന്ത്യയിലെ ഓരോ ആൾക്കാരുടെയും ഐഡന്റിറ്റി ആയിട്ട്, ഇപ്പം എൻ്റെ ഐഡന്റിറ്റി ആയിട്ട് എൻ്റെ ആധാർ നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഐഡന്റിറ്റി ആയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഒരു യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നതാണ് ഈ ഒരു ആധാർ നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആധാർ കാർഡ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓരോ IDസുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട്സുമായിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നത്, ഈ ഒരു ആധാർ നമ്പർ ലിങ്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു യുണീക്നെസ് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ഒരു ട്രാൻസ്പെറൻസി കിട്ടും. ഇപ്പം എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഗവൺമെന്റിനും എന്താണ്, ഇത് സോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. ഈ ഒരു കൺഫ്യൂഷനാണ് ഇപ്പം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യ ഇഷ്യൂസ് വേരിയസ് IDs ഫോർ ഓരോ റോൾസിനും നമ്മൾ ഓരോ IDs ഒക്കെ കൊടുക്കാറുണ്ട്. ഇപ്പൊ എന്താണ്, ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു നമ്മുടെ വോട്ടേഴ്സ് ID-യിൽ എന്ത് ചെയ്യണം, ആധാർ കാർഡ് ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പം അതൊരു കൺഫ്യൂഷനിലേക്ക് ഇപ്പം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഇപ്പം മാസീവ് വോട്ടർ സർജ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് IDs ഇങ്ങനെ ഇപ്പം ആധാർ കാർഡ് ലിങ്ക് ചെയ്യാൻ പറഞ്ഞതിന് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും കള്ള വോട്ടുകളൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള കള്ള വോട്ടർ IDs ഒക്കെ ഇവർ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇലക്ഷൻ ടൈമിലൊക്കെ. അപ്പം അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസ് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇലക്ഷൻ കമ്മീഷൻ എന്ത് പറഞ്ഞത്, നമ്മുടെ ആധാർ നമ്പർ വോട്ടർ ID-യുമായിട്ട് ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആധാർ നമ്പറിന്റെ ലിങ്കേജ് ഈ ഒരു വോട്ടർ ID ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ, ഈ മാൽ പ്രാക്ടീസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിലും ഈ ഒരു ആധാർ കാർഡിന്റെ ലിങ്കേജ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ബൈ ലോ അല്ല, നിയമം വഴി ഇതുവരെ നിർബന്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം എന്താണ്, വളരെ ഇപ്പം നിലവിലൊരു ട്രിക്കി സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ 100% നമ്മൾ ഈ ഒരു ആധാർ നമ്പർ ലിങ്കേജ് നടത്താതെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്രോസസ്സസ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ട പ്രിലിംസിന് നമ്മൾ നോക്കേണ്ട ഫാക്ടുകൾ ഏതൊക്കെയാണ്? ഒന്ന് ആധാർ ആക്ട്. ആധാർ ആക്ട് എന്താണ്? ആധാർ ആക്ട് 2016 നിലവിൽ വരുന്നത്. അതുവഴിയാണ് നമ്മുടെ UIDAI യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു ആധാർ നമ്പർ ഇഷ്യൂ ചെയ്ത് തരാൻ തുടങ്ങിയത്. ഓക്കെ, ഇവർക്കൊരു ലീഗൽ ഐഡന്റിറ്റി കിട്ടുന്നത് ഈ ഒരു ആധാർ ആക്ട് പ്രകാരമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറിലി എയിംഡ് അറ്റ് എഫിഷ്യന്റ് ആൻഡ് ടാർഗറ്റഡ് ഡെലിവറി ഓഫ് ഗവൺമെന്റ് സബ്സിഡീസ്. മെയിൻ ആയിട്ടും ഗവൺമെന്റ് സബ്സിഡീസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഗവൺമെന്റിന്റെ ഓരോ ബെനിഫിറ്റ്സ് സിറ്റിസൺസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ഗവൺമെന്റിന്റെ ഓരോ സർവീസുകളും സിറ്റിസൺസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെയാണ് ആക്ച്വലി ഈ ഒരു യുണീക്ക് ആയിട്ടുള്ള ഈ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഇനി ഈ ഒരു ആധാർ നമ്പറിന്റെ ലിങ്കേജ് അല്ലെങ്കിൽ ഈ ഒരു ആധാർ കാർഡ് റിലവൻസ് ഇലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെ നമുക്ക് റിലവന്റ് ആക്കാൻ പറ്റും? ഇപ്പം നിലവിൽ എന്താണ്, ഡയറക്റ്റ് ഇലക്ട്രൽ പ്രോസസ്സിലേക്ക് നമ്മൾ ആധാർ കാർഡിന്റെ യൂസ് നമ്മൾ കൊണ്ടുവരുന്നില്ല. കാരണം നമ്മൾ എന്താണ്, വോട്ടർ ID ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ആധാർ നമ്പർ വോട്ടർ ID-യിലേക്ക് ലിങ്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾ ഒരു ഇലക്ഷന്റെ ഒരു ഡയറക്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കാനുള്ള എന്താണ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് എന്താണ്, പാർലമെന്റ് ഇനാക്ട് ചെയ്തൊരു ലോ ആണ്. ഇന്ത്യയിൽ സുഗമമായിട്ട് ഇലക്ഷൻസ് ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടും ട്രാൻസ്പെറന്റ് ഇലക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇലക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റ് ഇനാക്ട് ചെയ്തൊരു ലോ ആണ് ഇത്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്. ഓക്കെ, ഇനി ഇതിന്റെ ഈ ഒരു നിയമത്തിന്റെ കീ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, ഇതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നത് എവിടെയാണ്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ്. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഓഫ് ഇലക്ട്രൽ റോൾസ്, ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ വോട്ടേഴ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ്, പിന്നെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ്, ഇലക്ഷൻ ഒഫൻസസ് ആൻഡ് മാൽ പ്രാക്ടീസസ്, അതുപോലെ തന്നെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്. ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു നിയമം വഴി നോട്ടിഫൈ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ എവിടെയാണ് പറയുന്നത്, റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലാണ് പറയുന്നത്. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നിലവിൽ വന്ന വർഷമാണ് 1951.
ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ പഠിക്കണം. എന്താണ് റോൾ ആൻഡ് പവേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യങ്ങൾ, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ, ഇലക്ഷൻ കമ്മീഷൻ എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? സൂപ്പർ ഇന്റൻഡൻസ്, അതുപോലെ തന്നെ ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ഷൻ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇന്ത്യയിലെ ഇലക്ഷൻസ് നടത്തി പോവുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ആൻഡ് റിവിഷൻ ഓഫ് ഇലക്ടറൽ റോൾസ്, ഡീലിമിറ്റേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, നോട്ടിഫിക്കേഷൻ ഓഫ് ഇലക്ഷൻസ്, സെറ്റിംഗ് ദ കോഡ് ഓഫ് കണ്ടക്ട്, റിക്കഗ്നിഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സിംബൽസ്, മോണിറ്ററിംഗ് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ, അഡ്ജുഡിക്കേഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ്, കണ്ടക്ടിംഗ് ബൈ ഇലക്ഷൻസ്. ഇത്രയുമാണ് നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS2 പേപ്പർ 2 എന്താണ്? ഇലക്ടറൽ റിഫോംസ്, അതുപോലെ ചലഞ്ചസ് ഇൻ വോട്ടർ രജിസ്ട്രേഷൻ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ റൈറ്റ് ടു വോട്ട് വേഴ്സസ് ഡേറ്റ പ്രൈവസി ആൻഡ് ലീഗൽ കൺസ്ട്രെയിൻസ് ഓൺ ആധാർ യൂസേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നമ്മുടെ ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യസ് ഏവിയേഷൻ ആർബിട്രേഷൻ കേസസ് വിൽ സ്റ്റിൽ ഫ്ലൈ ഓഫ് ഓവർസീസ്. ഓക്കെ, അപ്പം നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൊളോണിയൽ എറ ലോ ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട്. എയർക്രാഫ്റ്റ് ആക്ട് 1934 ആണ് നിലവിലുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അതിനെ നമ്മൾ എന്തിലൂടെ റീപ്ലേസ് ചെയ്തു? പുതിയൊരു ഏവിയേഷൻ ലോ പാസ്സാക്കി. ആ ഏവിയേഷൻ ലോന്റെ പേരാണെന്ത്? ഭാരതീയ വായുയാൻ അധിനിയം. 2024 നമ്മൾ കൊണ്ടുവന്നതാണ്. ആ നിയമമാണ് ഇപ്പം നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും എന്താണ്, നമ്മുടെ ആർബിട്രേഷൻ കേസസിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴും നമ്മൾ ഓവർസീസിലേക്ക് പറക്കണം. ഓവർസീസ് ആർബിട്രേഷൻ സെന്റേഴ്സിൽ പോയെങ്കിലേ നമുക്ക് ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഒക്കെ നമുക്ക് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിലൊരു ഗ്യാപ്പ് ഉണ്ട്? ഒരു ആർബിട്രേഷൻ ഫ്രെയിംവർക്കിൽ നമ്മൾ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ ഒരു ഏവിയേഷൻ കേസസിൽ ആർബിട്രേഷൻസ് നടത്തണമെങ്കിൽ പുറത്തേക്ക് തന്നെ നമ്മൾ വീണ്ടും പോകേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ എന്താണ്? ഇന്ത്യ ലാക്സ് എ സ്പെഷ്യലൈസ്ഡ് ഏവിയേഷൻ ആർബിട്രേഷൻ സിസ്റ്റം കോസിംഗ് ഡിസ്പ്യൂട്ട്സ് ടു ബി റൂട്ടഡ് ടു ഇന്റർനാഷണൽ സെന്റേഴ്സ് ലൈക്ക് സിംഗപ്പൂർ ആൻഡ് ലണ്ടൻ. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആർബിട്രേഷൻ സെന്റേഴ്സ്, ഏവിയേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർബിട്രേഷൻ സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? സിംഗപ്പൂരിലും ലണ്ടനിലുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ നീഡ് എന്താണ് ഇവിടെ? നീഡ് ഫോർ സെക്ടർ സ്പെസിഫിക് ആർബിട്രേഷൻ. അതായത് നമ്മളൊരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആർബിട്രേഷൻ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ എന്ത് വേണം? അതിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം? നമ്മൾ അതായത് ഇപ്പം നിലവിൽ നമുക്ക് എന്തില്ല, നമുക്കൊരു എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ ന്യൂട്രാലിറ്റിയോ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തോ ഒന്നും നമുക്ക് വേണ്ട രീതിയിൽ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മറ്റ് ആർബിട്രേഷൻ സെൻറ്ററുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിക്കുള്ള എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ന്യൂട്രാലിറ്റിയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രെങ്തോ ഒന്നും ഇന്ത്യയിലില്ല. അപ്പം അതൊക്കെ പരിഹരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആർബിട്രറി മെക്കാനിസം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ആർബിട്രറി മെക്കാനിസം നമുക്ക് സുതാര്യമാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടതാണ്, പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഏവിയേഷൻ ലോയാണ്. എന്താണ്? ഭാരതീയ വായുയാൻ അധിനിയം. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കെയിം ഇൻ ടു എഫക്ട് എപ്പോഴാണ്? January 1, 2025. ഇതെന്താണ്? ഈ ഓൾഡ് ആക്ടുള്ള എയർക്രാഫ്റ്റ് ആക്ട് നമ്മൾ പറഞ്ഞിരുന്നത് 1934 അതിനെ എന്ത് ചെയ്തു? അതിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, അലയൻസ് വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഈ ഒരു നിയമമാണ് ആക്ച്വലി ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു നിയമമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പഴയ നിയമം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എയർക്രാഫ്റ്റ് ആക്ട് 1934 നമ്മൾ അമെൻമെന്റ്സ് വരുത്തിയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനോട് കിടപിടിക്കുന്ന രീതിക്കുള്ളൊരു ലോ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ നിയമം ഭാരതീയ വായുയാൻ അധിനിയം 2024 കൊണ്ടുവന്ന എന്താണ്? ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് മെയ്ക്ക് ഇൻ ഇന്ത്യ എയർക്രാഫ്റ്റ്. അതുപോലെ തന്നെ എന്താണ്? റെഗുലേറ്റ്സ് എയർക്രാഫ്റ്റ് ഡിസൈൻ. അതുപോലെ തന്നെ സ്ട്രീം ലൈൻസ് അപ്രൂവൽസ്, enhances safety and security, second appeal for penalties,
റിമൂവ്സ് ഔട്ട്ഡേറ്റഡ് റൂൾസ്. ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് ഈ ഒരു ഭാരതീയ വായുയാൻ അധിനിയമത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുറേ കൂടെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. കീ ഫീച്ചേഴ്സ് ഓഫ് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് 1996. 1996 നമ്മളെന്താണ് ഒരു ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത്? കവേഴ്സ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ ഓർ കൺസീലിയേഷൻ. പക്ഷേ നമുക്കത് അത്ര എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഈ ഒരു ആർബിട്രേഷൻ കേസസിന് വേണ്ടിയിട്ട് ലണ്ടനിലേക്കും സിംഗപ്പൂരിലേക്കും വീണ്ടും പോകേണ്ടി വരുന്നത്. ഇനി എന്താണ് മിനിമൽ കോർട്ട് ഇൻ്റർവെൻഷൻ, അതുപോലെ തന്നെ ആർബിട്രൽ അവാർഡ് ഈക്വൽ ടു കോർട്ട് ഡിഗ്രി. ഇപ്പോൾ ഒരു ആർബിട്രേഷൻ നടന്നിട്ട് ആ ഒരു ആർബിട്രേഷനിലൂടെ ഒരു ആർബിട്രൽ അവാർഡ് കൊടുക്കും. ഇതാണ് ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞിട്ട്. അത് ഈക്വൽ ടു എന്താണ്? ഒരു കോർട്ട് ഡിഗ്രി, ഒരു കോർട്ടിൻ്റെ ഡിഗ്രിക്ക് തുല്യമാണ്. അതുപോലെ തന്നെ എന്താണ് എയിംസ് ഫോർ ഫെയർ ആൻഡ് ഫാസ്റ്റ് പ്രോസസ്, റിക്വയർസ് റീസെൻറ്റ് ഡിസിഷൻസ്, അതുപോലെ തന്നെ പാർട്ടി ഓട്ടോണമി ഇൻ പ്രോസസ്, പിന്നെ ട്രൈബ്യൂണൽ ക്യാൻ ഓർഡർ ഇൻറ്റരിം മെഷേഴ്സ്, പിന്നെ ഫ്രെയിംവർക്ക് ഫോർ കൺസീലിയേഷൻ ബേസ്ഡ് ഓൺ UN സിട്രാൾ മോഡൽ ലോ, അതുപോലെ തന്നെ എൻഫോഴ്സസ് ഫോറിൻ അവാർഡ്സ്. ഇപ്പം ഇൻ്റർനാഷണൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു മോഡൽ ലോ ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് എന്തിനാണ്? UN സിട്രാലാണ്. അപ്പം അതിനോടൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു നിയമമാണ് ഇത് ആർബിട്രേഷൻ ആൻഡ് കൺസീലിയേഷൻ ആക്ട് ഓഫ് 1996. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, നമ്മൾ ആർബിട്രേഷന് വേണ്ടിയിട്ട് ലണ്ടനും സിംഗപ്പൂരൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ എന്താ ആർബിട്രേഷൻ സെൻറ്റേഴ്സ് ഇല്ലേ? ഇന്ത്യയിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർബിട്രേഷൻ സെൻറ്റേഴ്സ് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ നമുക്ക് ആർബിട്രേഷൻ സെൻറ്റേഴ്സും ഉണ്ട്. എവിടേക്കാണ് നമുക്കുള്ളത്? ഒന്നാണ് ഡൽഹി ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്റർ അല്ലെങ്കിൽ DIAC. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ്. അതിൽ മറ്റൊന്നാണ് മുംബൈ സെൻറ്റർ ഫോർ ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ MCIA. ഓക്കെ, ഇനി 1-2 നോട്ടബിൾ ആയിട്ടുള്ള റീജിയണൽ സെൻറ്റേഴ്സും കൂടെ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആർബിട്രേഷൻ ICA. അതിൻ്റെ മെയിൻ ഓഫീസ് എവിടെയാണ്? ഡൽഹിയിലാണുള്ളത്. അതുപോലെ തന്നെ റീജിയണൽ പ്രസൻസ് ഇൻ മുംബൈയും ഉണ്ട്. ഓക്കെ, അപ്പം ICAക്ക് ഡൽഹിയിലും മുംബൈയിലും ഓഫീസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് വേരിയസ് ചേംബേഴ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. അതിലൊന്നാണ് പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് ബോംബെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, BCCI എന്നാണ് പറയുന്നത്. നമ്മുടെ ക്രിക്കറ്റിന് BCCI അല്ല, ഇത് ആർബിട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർബിട്രേഷൻ സെൻറ്റർ ആയിട്ടുള്ള ബോംബെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സെൻറ്റർ, അതും എവിടെയാണ്? ഡൽഹിയിൽ തന്നെയാണ്. ഇതാണ് നമുക്ക് ഇന്ത്യയിലുള്ള ആർബിട്രേഷൻ സെൻറ്റേഴ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള കാര്യങ്ങളാണ്. GS2 നമുക്ക് എന്താണ് ഗവേണൻസ് റിഫോംസ്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇനി അതുപോലെ തന്നെ GS3യുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ക്ലൈമറ്റ് ഇൻ സിവിൽ ഏവിയേഷൻ സെക്ടർ, എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ലീഗൽ ബോട്ടിൽനെക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം കറണ്ടായിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി ശ്രീലങ്ക വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശ്രീലങ്കയും ഇന്ത്യയുമായിട്ടുള്ള ബൈലാറ്ററൽ റിലേഷൻസ് ഇപ്പം നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് സെഷൻസിൽ നമ്മൾ ഈ ഇന്ത്യ ശ്രീലങ്ക ബൈലാറ്ററൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ ശ്രീലങ്കയിൽ ഇപ്പം JVP ലെഡ് NPP ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പം അവരൊരു പ്രോ ചൈനയാണ്, ആൻറ്റി ഇന്ത്യ ആണെന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിസിറ്റോടുകൂടി നമുക്ക് ആ ഒരു കൺസേൺ നമുക്ക് പരിഹരിച്ച് കിട്ടി. അതുപോലെ തന്നെ നമ്മൾ ശ്രീലങ്കയുമായിട്ട് ആദ്യമായിട്ട് ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സൈൻ ചെയ്തു. ഈ ഒരു ടൈപ്പിൽ ലാൻഡ്മാർക്ക് ഡിഫൻസ് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ശ്രീലങ്ക റീഫേമിംഗ് കമ്മിറ്റ്മെൻറ്റ് ടു ഇന്ത്യാസ് സെക്യൂരിറ്റി കൺസേൺസ്. അതായത് ചൈന ഇപ്പം ശ്രീലങ്കയിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്, പോർട്സ് ഒക്കെ ചൈന കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് സ്ട്രാറ്റജിക്കലി ഇന്ത്യക്കൊരു ഭീഷണിയാണ്. അപ്പം അങ്ങനെയുള്ള ഇന്ത്യയുടെ കൺസേൺസിനെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിഫൻസ് ബേസ്ഡ് ആയിട്ടുള്ള മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു റീസെൻറ്റ് വിസിറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദിസനായകയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒന്നാമത്തെയാണത് ഫിഷർമെൻസ് കോൺഫ്ലിക്റ്റ് ഇൻ ദ പാർക്ക് ബേ, അതുപോലെ തന്നെ സ്ട്രക്ചേർഡ് ഡയലോഗ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ്, അതുപോലെ തന്നെ തമിഴ് പാർട്ടീസിന് ഇന്ത്യയിലൊരു റോളുണ്ട്. കാരണം തമിഴ് വംശജ ഇഷ്ടം പോലെ അവിടെയുണ്ട്, ശ്രീലങ്കയിലുണ്ട്. അപ്പം അവരുടെയൊക്കെ കൺസേൺസ് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രൈം മിനിസ്റ്റർ ശ്രീലങ്കൻ പ്രസിഡന്റുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി മറ്റൊരു ഡിസ്കഷനിലേക്ക് വന്ന പ്രധാനപ്പെട്ട കാര്യം 1987 ഇൻഡോ ശ്രീലങ്ക അക്കോർഡാണ്. ആ ഇൻഡോ ശ്രീലങ്ക അക്കോർഡ് അനുസരിച്ചിട്ട് എന്താണ്, തമിഴ് പീപ്പിളിന് അല്ലെങ്കിൽ തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാരുടെ തമിഴ് റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മീനിങ് ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സും കൂടെ ശ്രീലങ്കൻ ഗവൺമെൻറ് എടുക്കണം എന്നുള്ളത് ഈ ഒരു ഡിസ്കഷനിൽ ഉണ്ടായിരുന്നു. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് എന്താണ്, ഇൻഡോ ശ്രീലങ്ക അക്കോർഡാണ്. 1987 ഇൻഡോ ലങ്ക അക്കോർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ശ്രീലങ്ക അക്കോർഡാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ആരൊക്കെയാണ് സൈൻ ചെയ്തത്? സൈൻഡ് ബൈ രാജീവ് ഗാന്ധി ആൻഡ് JR ജയവർദ്ധനെ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജയവർദ്ധനെയുമാണ് ഈ ഒരു അക്കോർഡ് സൈൻ ചെയ്യുന്നത്. എയിംഡ് ടു റിസോൾവ് ദ ശ്രീലങ്കൻ സിവിൽ വാർ ആൻഡ് അഡ്രസ് ദ തമിഴ് മൈനോറിറ്റി റൈറ്റ്സ്. ഇതിൻ്റെ കീ പ്രൊവിഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡഡ് ഡെവല്യൂഷൻ ഓഫ് പവർ ടു പ്രൊവിൻസസ്, പൊട്ടൻഷ്യൽ മെർജർ ഓഫ് നോർത്ത് ആൻഡ് ഈസ്റ്റ്, അതുപോലെ തന്നെ തമിഴ് ആസ് ആൻ ഒഫീഷ്യൽ ലാംഗ്വേജ് ആൻഡ് തമിഴ് റിബൽ ഡിസാമമെൻറ്റ്. അങ്ങനെ ഈ തമിഴ് റിബൽ ഡിസാമമെൻറ്റിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി എന്ത് പോകുന്നത്, ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിലേക്ക് പോകുന്നത്. ഓക്കെ, പക്ഷേ ഇതൊരു ലിമിറ്റഡ് സക്സസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത്ര സക്സീഡ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം LTTE എന്ത് ചെയ്തില്ല, ഇതിനോട് കോംപ്രമൈസ് ചെയ്തില്ല. LTTE ഇതിനോട് കോപ്പറേറ്റ് ചെയ്തില്ല. അതായത് തമിഴ് വംശജർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു LTTE എന്ന് പറയുന്നത്. ഈ LTTE എന്ത് ചെയ്തില്ല, ഈ ഒരു അക്കോർഡിനോട് കോപ്പറേറ്റ് ചെയ്തില്ല. അങ്ങനെ ഇതൊരു ടോട്ടൽ സക്സസ് ആവാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു, നമ്മുടെ IPKF അതായത് ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് വിഡ്രോ ചെയ്തു ശ്രീലങ്കയിൽ നിന്നും. ആ വിഡ്രോ ചെയ്തതിന് ശേഷം അവിടെ എന്താണ്, ഒരു ഇന്റേണൽ റിബല്യൻ ബ്രോക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം കാഷ്വാലിറ്റീസും കോൺട്രവേഴ്സീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു ഇൻഡോ ശ്രീലങ്ക അക്കോർഡ് അനുസരിച്ചിട്ട് എന്താണ്, ഇറ്റ് പേവ്ഡ് ദ വേ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൊവിൻഷ്യൽ കൗൺസിൽസ്. അതുപോലെ തന്നെ എന്താണ്, സ്ട്രാറ്റജിക് ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ലെറ്റേഴ്സ് എക്സ്ചേഞ്ച് സ്റ്റേറ്റഡ് Trincomalee or any other Sri Lankan port would not be used for military purpose against India. ട്രിങ്കോമാലി പോർട്ട് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പോർട്ട്സ് ആണെങ്കിലും ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് ത്രെറ്റ് ആവുന്ന രീതിക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും യൂസ് ചെയ്യില്ല എന്നുള്ള ലെറ്റേഴ്സ് എന്ത് ചെയ്തിരുന്നു, നമ്മുടെ ഈ രണ്ട് കൺട്രിയുടെയും ഇപ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ശ്രീലങ്കയുടെ പ്രസിഡന്റും എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ്, ആദ്യമായിട്ട് ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് എന്ത് ചെയ്തു, ഒരു ഡിഫൻസിൻ്റെ ബേസിസിൽ ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ടോ, ഇന്ത്യ ശ്രീലങ്ക ഡിഫൻസ് MOU 2025. അതെന്താണ്, ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അതിൻ്റെ കീ ഏരിയാസ് പറയുവാണെങ്കിൽ ഇൻക്ലൂഡ്സ് ഹൈ ലെവൽ മിലിറ്ററി എക്സ്ചേഞ്ചസ്, ജോയിൻറ്റ് എക്സസൈസസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, HADR, നേവൽ പോർട്ട് കോൾസ് ആൻഡ് എക്സ്പ്ലോറിംഗ് ഡിഫൻസ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ. അതുപോലെ തന്നെ എന്താണ്, ഷെയർഡ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് റെക്കഗ്നൈസസ് ദ ഇന്റർകണക്റ്റഡ് ആൻഡ് കോ ഡിപ്പെൻഡൻറ്റ് സെക്യൂരിറ്റി ഓഫ് ബോത്ത് നേഷൻസ്. രണ്ട് നേഷൻസിൻ്റെ സെക്യൂരിറ്റിക്ക് എന്താണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ശ്രീലങ്ക ഒരു അഷുറൻസ് തന്നിട്ടുണ്ട്. കൊളംബോ മീൻസ് നമ്മൾ ശ്രീലങ്കയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീലങ്ക റീഇറ്ററേറ്റഡ് ദാറ്റ് ഇറ്റ്സ് ടെറിട്ടറി വിൽ നോട്ട് ബി യൂസ്ഡ് അഗെയിൻസ്റ്റ് ഇന്ത്യാസ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, അഡ്രസ്സിംഗ് കൺസേൺസ് അബൌട്ട് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ്. അതായത് ചൈനയുടെ ത്രെറ്റാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്, കൗണ്ടറിങ് ചൈനാസ് ഇൻഫ്ലുവൻസ്, സീനസ് സ്ട്രാറ്റജിക് മൂവ് ബൈ ഇന്ത്യ ടു എൻഹാൻസിസ് സെക്യൂരിറ്റി ഇൻ ദ ഇന്ത്യൻ ഓഷൻ റീജിയൻ എമിസ് ചൈനാസ് ഗ്രോയിങ് പ്രസൻസ്. ഇപ്പം ഹമ്പൻ തോട്ട പോർട്ട് എടുക്കുകയാണെങ്കിൽ ശ്രീലങ്കയിലെ ഹമ്പൻ തോട്ട പോർട്ട്, ആ ഹമ്പൻ തോട്ട പോർട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തതും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നവരാണ് ചൈനയാണ്. അപ്പം സ്ട്രാറ്റജിക്കലി ഇന്ത്യക്ക് ത്രെറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ആക്ച്വലി ഈ ഹമ്പൻ തോട്ട പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ത്രെറ്റ് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. ഇനി കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കൺട്രീസ് എന്ത് ചെയ്തു, എഗ്രീഡ് ടു വർക്ക് ടുഗദർ വിത്തിൻ ദിസ് റീജിയണൽ സെക്യൂരിറ്റി ഗ്രൂപ്പിംഗ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റീകാലിബ്രേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്സ് എ പൊട്ടൻഷ്യൽ റീസെറ്റ് ഇൻ ഡിഫൻസ് സ്റ്റേറ്റ്സ് ആഫ്റ്റർ ഡിക്കേഡ്സ് ഓഫ് കോഷ്യസ് എൻഗേജ്മെൻറ്റ് പോസ്റ്റ് IPFK. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഒരു പൊട്ടൻഷ്യൽ റീസെറ്റാണ് ടോട്ടൽ ഡിഫൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് ഇനി നോക്കാനുള്ളത് എന്താണ്, ആ ഒരു പ്ലേസ് ആണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പോർട്ടാണ്. ഏതാണ് നമ്മൾ പറഞ്ഞത്, ട്രിൻകോമാലി പോർട്ടും അതിൻ്റെ സ്ട്രാറ്റജിക് കൺസേൺസ് എന്തൊക്കെയാണെന്നുള്ളതും. ട്രിൻകോമാലി പോർട്ടാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നോക്കാനുള്ളത്. നാച്ചുറൽ ഡീപ്പ് വാട്ടർ ഹാർബറാണ്, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് നാച്ചുറൽ ഡീപ്പ് വാട്ടർ ഹാർബറാണ് ഈ ട്രിൻകോമാലി പോർട്ട് എന്ന് പറയപ്പെടുന്നത്. ശ്രീലങ്കയിലെ വൺ ഓഫ് ദ മേജർ പോർട്ടാണ് ഈ ഒരു ട്രിൻകോമാലി പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറയുവാണെങ്കിൽ ലൊക്കേറ്റഡ് ഓൺ ശ്രീലങ്കാസ് നോർത്ത് ഈസ്റ്റേൺ കോസ്റ്റ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ വേൾഡ്സ് ഫൈനസ്റ്റ് നാച്ചുറൽ ഡീപ് സീ ഹാർബേഴ്സ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് സ്ട്രാറ്റജിക് വാല്യൂ. അതുപോലെ തന്നെ 1987 അക്കോർഡ് കമ്മിറ്റ്മെൻറ്റിൽ ശ്രീലങ്ക അഗ്രീഡ് നോട്ട് ടു മേക്ക് ദ പോർട്ട് അവൈലബിൾ ഫോർ മിലിറ്ററി യൂസ് ബൈ എനി കൺട്രി പ്രെജുഡൈസൽ ടു ഇന്ത്യാസ് സെക്യൂരിറ്റി. അതായത് ചൈനയ്ക്ക് ഈ ഒരു
പോർട്ട് എന്ത് ചെയ്യില്ല, യൂസിന് കൊടുക്കില്ല എന്നുള്ളതാണ് ശരിക്കും അർത്ഥത്തിൽ അവർ സമ്മതിച്ചത്. ഇനി ഇന്ത്യയുടെ കാര്യം എടുക്കുവാണെങ്കിൽ ഇന്ത്യ ഹാസ് ലോങ് വ്യൂഡ് ട്രിങ്കോമാലി, അതായത് ട്രിങ്കോമാലി പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയയാണ്. എയിമിംഗ് ടു പ്രിവെൻറ്റ് ഇറ്റ്സ് യൂസ് ബൈ അഡ്വൈസറീസ് ആൻഡ് പൊട്ടൻഷ്യലി ഫോർ ഇറ്റ്സ് ഓൺ ലോജിസ്റ്റിക്കൽ പർപ്പസസ്. നമ്മുടെ ലോജിസ്റ്റിക്കലായിട്ടുള്ള പർപ്പസസിന് വേണ്ടിയിട്ടും സ്ട്രാറ്റജിക്കലായിട്ടുള്ള നമ്മുടെ ഒരു ഫുഡ് ഹോൾഡിന് വേണ്ടിയിട്ടും നമ്മൾ പണ്ട് മുതലേ നോക്കിക്കാണുന്ന ഒരു പോർട്ടാണ് ഇത് ഈ ട്രിങ്കോമാലി പോർട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രിങ്കോമാലി പോർട്ട് എന്ന് പറയുന്നത് അതിന് എനർജി ഹബ്ബ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എനർജി ഹബ്ബ് റിലേറ്റഡ് ആയിട്ട് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു പോർട്ടാണ് ഈ ഒരു ട്രിങ്കോമാലി പോർട്ട് എന്ന് പറയുന്നത്. ഒരു റീജിയണൽ എനർജി ഹബ്ബ് ആക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് ഓയിൽ ടാങ്ക് ഫാംസ്, അതായത് ഇന്ത്യൻ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഓയിൽ ടാങ്ക് ഫാംസ് ഒക്കെ അവിടെ സ്ഥാപിച്ച് അതുപോലെ തന്നെ എന്താണ് അതൊരു എനർജി ഹബ്ബാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ചൈനീസ് പ്രസൻസ് ഇൻ ഹമ്പൻതോട്ട, ഞാൻ നേരത്തെ പറയുന്നത് ഹമ്പൻതോട്ട പോർട്ട് കൺട്രോൾ ചെയ്യുന്ന ചൈനയാണ്. അപ്പം അതും ഇന്ത്യയുടെ ഒരു കൺസേൺ ആണ്. ഓക്കെ, ഇനി ഈ മാപ്പിലേക്ക് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പോർട്ട് ഓഫ് ട്രിങ്കോമാലി എന്ന് പറയുന്നത്. വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് നാച്ചുറൽ ഹാർബറാണ്. അതുപോലെ തന്നെ എന്താണ് പോർട്ട് ഓഫ് ഹമ്പൻതോട്ട കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ് ഈ ഹമ്പൻതോട്ട പോർട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ സ്ട്രാറ്റജിക്കലി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പോർട്ടാണ് ഇത് ഈ ഒരു ട്രിങ്കോമാലി പോർട്ട് എന്ന് പറയുന്നത്. ഇനി ശ്രീലങ്കയിലെ മറ്റ് പ്രധാനപ്പെട്ട മേജർ പോർട്ട്സ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ഒന്ന് പോർട്ട് ഓഫ് ഗള്ളി, അതുപോലെ തന്നെ പോർട്ട് ഓഫ് കൊളംബോ. പിന്നെ 2 മൈനർ പോർട്ട്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? കങ്ക, സിന്ധമുരെ, അതുപോലെ തന്നെ എന്താണ് പോയിന്റ് പെഡ്രോ. ഇത് 2 പ്രധാനപ്പെട്ട മൈനർ പോർട്ട്സ് ആയിട്ട് പറയുന്നത്. മേജർ പോർട്ട്സ് ഏതൊക്കെയാണ്? ട്രിങ്കോമാലി, ഹമ്പൻതോട്ട, ഗള്ളി ആൻഡ് കൊളംബോ. സ്ട്രാറ്റജിക്കലി നമുക്ക് വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ഇനി മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണുന്നത് GS2 ബൈലാറ്ററൽ റിലേഷൻസ്, അതിൽ ഇന്ത്യ ശ്രീലങ്ക ടൈസ്, അതുപോലെ തന്നെ എന്താണ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി ഇന്ത്യയുടെ, അതുപോലെ തന്നെ എത്നിക് ഇഷ്യൂസ് ആൻഡ് തമിഴ് റീകൺസോളിയേഷൻ എഫോർട്സ് ഇൻ ശ്രീലങ്ക, അതുപോലെ സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ പോളിസി കൺവേർജൻസ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ റീജിയൻ. അടുത്തൊരു ന്യൂസ് നമ്മുടെ ഡീലിമിറ്റേഷനും അതുപോലെ തന്നെ റീ അഡ്ജസ്റ്റ്മെൻറ്റും ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. 2026 സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ കമ്മീഷൻ വർക്ക് ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ഡീലിമിറ്റേഷൻ നടപ്പിലാക്കും എന്നൊക്കെയാണ് പറയുന്നത്. സോ അത് സദേൺ സ്റ്റേറ്റിന് വളരെ വലിയൊരു കൺസേൺ ആണ്. കാരണം സദേൺ സ്റ്റേറ്റ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്ത് പോപ്പുലേഷൻ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്തേൺ സ്റ്റേറ്റ്സിൽ പോപ്പുലേഷൻ വളരെയധികം വീണ്ടും ഇൻക്രീസ് ചെയ്തു. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സീറ്റ്സിൻ്റെ അലോക്കേഷനിലെ പ്രൊപ്പോർഷനിൽ വളരെ വലിയൊരു അനോമാലി ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളൊരു അനോമാലി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നത് സദേൺ സ്റ്റേറ്റിനെ വളരെയധികം സങ്കോചപ്പെടുത്തുന്നൊരു കാര്യമാണ്, വളരെയധികം സങ്കടമുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെയധികം പേടിക്കുന്നൊരു കാര്യമാണ്. നമ്മളൊരു മൈനോറിറ്റി അല്ലെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിനെ ശരിക്കും എന്താണ് അതായത് സദേൺ സ്റ്റേറ്റ്സിന് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകുമോ എന്ന് സദേൺ സ്റ്റേറ്റ്സ് ഭയക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡീലിമിറ്റേഷനും റീ അഡ്ജസ്റ്റ്മെൻറ്റും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ശരിക്കും ഡീലിമിറ്റേഷൻ അല്ല ചെയ്യാൻ പോകുന്നത്, റീ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഡീലിമിറ്റേഷനും റീ അഡ്ജസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? അപ്പം അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് അടുത്ത ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡീലിമിറ്റേഷനും എന്താണ് നോർത്ത് സൗത്ത് ഇംബാലൻസ് ഉണ്ടാക്കുമെന്നാണ് സദേൺ സ്റ്റേറ്റ്സ് ഭയക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ഒരു ഇക്വിറ്റി വേഴ്സസ് ഇക്വാളിറ്റി ഡിബേറ്റ് ഉണ്ട്. ഇക്വിറ്റിയും ഇക്വാളിറ്റിയും തമ്മിലുള്ളൊരു ഡിബേറ്റ് ആയിട്ട് ഈ ഒരു റീ അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ്റെ ഈ ഒരു കേസ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രൊവിഷൻസ് നമ്മൾ പറയുവാണെങ്കിൽ ആർട്ടിക്കിൾ 81 എന്ന് പറയുന്നുണ്ട്, കോമ്പോസിഷൻ ഓഫ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ ഡിഫൈൻസ് ദ നമ്പർ ഓഫ് ലോക്സഭ സീറ്റ്സ് അലോക്കേറ്റഡ് ടു സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ആണ് പറയുന്നത്. ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആസ് ഡിറ്റർമൈൻഡ് ബൈ പാർലമെൻറ്റ് എയിംസ് ഫോർ എ റഫ്ലി ഈക്വൽ പോപ്പുലേഷൻ ടു സീറ്റ് റേഷ്യോ അക്രോസ് സ്റ്റേറ്റ്. ഇത് എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്തുള്ളൊരു ആർട്ടിക്കിളാണ്. ആ സമയത്ത് എന്താണ് ഏകദേശം ഒരു പോപ്പുലേഷൻ്റെ കൗണ്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഈവൻ ആയിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പം നിലവിൽ എന്താണ് നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് കൊണ്ടുവന്നുകൊണ്ട് പോപ്പുലേഷൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി നോർത്തേൺ സ്റ്റേറ്റ്സിൽ നോക്കുവാണെങ്കിലും സദേൺ സ്റ്റേറ്റ്സിൽ നോക്കുവാണെങ്കിലും വളരെയധികം ഡിഫറൻ്റ് ആണ്. ഇനി റീ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് സ്റ്റേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ 82 റീ അഡ്ജസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ ഈച്ച് സെൻസസ്. ഓരോ സെൻസസിന് ശേഷം എന്ത് ചെയ്യാം, സീറ്റ്സും അതുപോലെ തന്നെ എന്താണ് പോപ്പുലേഷൻ ഗ്രോത്തിനൊക്കെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ അലോക്കേഷൻ അതുപോലെ തന്നെ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെയും ബൗണ്ടറീസ് റീ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് എവിടെ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 82 പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സിംഗ് ദ നമ്പർ ആൻഡ് ബൗണ്ടറീസ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഡീലിമിറ്റേഷൻ കൊണ്ടുവന്നെങ്കിലാണ് ആക്ച്വലി എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, സീറ്റ്സിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നത്. പക്ഷേ റീ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ്സിൻ്റെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല,
കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല. പകരം നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ബൗണ്ടറീസ് മാത്രം എന്ത് ചെയ്യും, നമ്മൾ റീഡ്രോ ചെയ്യും. അതാണ് റീ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യുന്നത്. ഡീലിമിറ്റേഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, സീറ്റ്സിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്, റോൾ ഓഫ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ റോള്? ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, വർക്ക്സ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ദ എക്സിക്യൂട്ടീവ്. ഇവരുടെ ടാസ്ക് എന്താണ്, ടു റീഡ്രോ ദ ബൗണ്ടറീസ് ഓഫ് ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ബേസ്ഡ് ഓൺ ദ ലേറ്റസ്റ്റ് സെൻസസ്. അതുപോലെ ഒബ്ജക്റ്റീവ് പറയുവാണെങ്കിൽ ടു എൻഷുർ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോപ്പുലേഷൻ ഇൻ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി. ഇങ്ങനെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന 1 person 1 vote 1 value, അതെന്താണ്, ഒരു ഫെയർലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഫെയർലി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിറ്റർമൈൻ ദ നമ്പർ ആൻഡ് ബൗണ്ടറീസ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതുപോലെ തന്നെ എന്താണ്, ഐഡൻറ്റിഫൈ ആൻഡ് റിസർവ് സീറ്റ്സ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ബേസ്ഡ് ഓൺ ദെയർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. അതുപോലെ തന്നെ എൻഷുർ ഓൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ റീസണബിളി ഈക്വൽ ഇൻ പോപ്പുലേഷൻ വിത്തിൻ എ സ്റ്റേറ്റ്. അതുപോലെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡീലിമിറ്റേഷൻ്റെ പ്രോസസ്സ് നോക്കുവാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, അനലൈസസ് സെൻസസ് ഡേറ്റ, കൺസൾട്ട്സ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ പ്രിപ്പയർസ് ഡ്രാഫ്റ്റ് പ്രൊപ്പോസൽസ്, കൺസിഡേഴ്സ് പബ്ലിക് ഫീഡ്ബാക്ക് ആൻഡ് ഫൈനലൈസസ് കോൺസ്റ്റിറ്റ്യുവൻസി ബൗണ്ടറീസ്. അതുപോലെ തന്നെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ ഓർഡേഴ്സ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഹാവ് ദ ഫോഴ്സ് ഓഫ് ലോ ആൻഡ് കനോട്ട് ബി ചലഞ്ച്ഡ് ഇൻ എനി കോർട്ട്. അതായത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്തെങ്കിലും ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ എന്താണ്, ഒരു ഫോഴ്സ് ഓഫ് ലോ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു കോർട്ടിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന ഈ ഒരു നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഓർഡേഴ്സ് ദേ ആർ ലെയ്ഡ് ബിഫോർ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് അസംബ്ലീസ് ബട്ട് കനോട്ട് ബി മോഡിഫൈഡ് ബൈ ദം. അതായത് ജുഡീഷ്യറിക്കും ഇതിൽ അധികാരം വരുന്നില്ല, അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ലെജിസ്ലേച്ചറിനും ഇതിൽ അധികാരം വരുന്നില്ല. അത് തന്നെയാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു ഇമേജിൽ നമ്മൾ നിലവിലെ ഇപ്പം കോൺസ്റ്റിറ്റ്യുവൻസി ലോക്സഭാ സീറ്റ്സും അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞാലുള്ള ആ ഒരു അനോമാലിയുമാണ് ഈ ഒരു ഇമേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ യു പിയിലെ 80 സീറ്റ്സ് ആണുള്ളത്. ഡീലിമിറ്റേഷന് ശേഷം അത് എത്രയാവും, 143 ആവും. ഓക്കെ, ഇനി തമിഴ്നാടിൻ്റെ കേസ് എടുത്ത് നോക്കുക. ഇപ്പം നിലവിൽ 39 സീറ്റ്സ് ആണുള്ളത്. അതെന്താണ്, ഡീലിമിറ്റേഷന് ശേഷം എത്രയാവും, 49 സീറ്റ്സ് ആവും. കേരളത്തിലൊക്കെ ചേഞ്ച് വരുന്നില്ല. കേരളത്തിൽ എന്താണ്, നിലവിൽ 20 സീറ്റ്സ് ആണുള്ളത്. ഡീലിമിറ്റേഷന് ശേഷം എന്താണ്, 20 സീറ്റ്സ് തന്നെയായിരിക്കും. അപ്പം നോർമലി ബാക്കി നമ്മുടെ ഈ ഒരു സദേൺ സ്റ്റേറ്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ സദേൺ സ്റ്റേറ്റ്സിലെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ അല്ലെങ്കിൽ സീറ്റ്സിൻ്റെ ബൂമ് വളരെ കുറവാണ്. ഇപ്പം തമിഴ്നാടിൻ്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കുക. തമിഴ്നാട്ടിൽ 39 സീറ്റ് ഉള്ളത് 49 സീറ്റേ ആവുന്നുള്ളൂ. അതേസമയം തമിഴ്നാടിൽ ഏകദേശം യു പിയുടെ അല്ലെങ്കിൽ ഇപ്പം യു പിയുടെ പോപ്പുലേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തമിഴ്നാടിനേക്കാളും കൂടുതലാണ്. ബട്ട് യു പിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ യു പിയിൽ ഇപ്പം ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം 80 സീറ്റ്സ് ഉള്ള യു പിക്ക് എത്രയാവും, 143 സീറ്റ്സ് ആവും. ഓക്കെ, 40 സീറ്റ്സ് ഉള്ള ബീഹാറിന് 79 സീറ്റ്സ് ആവും. അത്രയും ഒരു ഹ്യൂജ് ഡിഫറൻസ് ആണ് സദേൺ സ്റ്റേറ്റ്സും നോർത്തേൺ സ്റ്റേറ്റ്സും തമ്മിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വിറ്റി ഇഷ്യൂ ഇപ്പം അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇഷ്യൂ ഇപ്പം നിലനിൽക്കുന്നത്. ഇനി മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസ് നമുക്ക് നോക്കണം. GS2 ഫെഡറലിസം ആൻഡ് റെപ്രസെൻറ്റേഷൻ, ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റി ഇൻ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, പോപ്പുലേഷൻ ബേസ്ഡ് സീറ്റ് അലോക്കേഷൻ, പിന്നെ എന്താണ് ചലഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് ഫെഡറലിസം, അതുപോലെ തന്നെ റീജിയണൽ പൊളിറ്റിക്കൽ ബാലൻസ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇതിൽ നിന്നും പഠിക്കാനുള്ളത്. അടുത്ത ന്യൂസ് നമ്മുടെ മിലിറ്ററി സ്പേസ് ഡോക്ട്രൈനുമായിട്ട്. നമ്മുടെ CDS സെയ്സ് മിലിറ്ററി സ്പേസ് ഡോക്ട്രൈൻ ടു ബി ഔട്ട് ഇൻ 3 months. അതായത് നമ്മുടെ മിലിറ്ററി സ്പേസ് ഡോക്ട്രൈൻ ഇൻ പ്രോഗ്രസ് ആണ്. ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് എ മിലിറ്ററി സ്പേസ് ഡോക്ട്രൈൻ ആൻഡ് നാഷണൽ മിലിറ്ററി സ്പേസ് പോളിസി എക്സ്പെക്റ്റഡ് വിത്തിൻ 2-3 months നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യും അണ്ടർ ദ ഡിഫൻസ് സ്പേസ് ഏജൻസീസ് ലീഡർഷിപ്പ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് അസ് എ വാർ ഡൊമൈൻ. ഇപ്പോൾ എന്താണ്, എല്ലാവരും സ്പേസ് ഒരു വാർ ഡൊമൈനായിട്ട് നോക്കിക്കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വാർ ഡൊമൈനായിട്ട് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്പേസിനെ നോക്കിക്കാണാൻ തുടങ്ങിയിട്ടുണ്ട്. CDS ജനറൽ ആരാണ് ഇപ്പോൾ നിലവിൽ, അനിൽ ചൗഹാൻ emphasized space as the next frontier of warfare, highlighting the need for a space culture involving doctrines, research and warfare training institutions. അതായത് ടോട്ടലി ഈ ഒരു സ്പേസിന് എന്ത് ചെയ്യുവാണ്, നമ്മൾ നമ്മുടെ വാർഫെയറിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു സാറ്റലൈറ്റ് എക്സ്പാൻഷനാണ്. A52 സാറ്റലൈറ്റ് കോൺസ്റ്റലേഷൻ 31 ബൈ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ നമ്മൾ കൂടുതലായിട്ട് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വിൽ ബി ലോഞ്ച്ഡ് ഫോർ ISR, ഇൻ്റലിജൻസ് സർവൈലൻസ് ആൻഡ് റീകണൈസൻസ്. അതുപോലെ തന്നെ വിത്ത് എഫോർട്സ് അണ്ടർവേ ടു ബിൽഡ് ആൻ ഇൻ്റഗ്രേറ്റഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഗ്രിഡ്. അതായത് 52 സാറ്റലൈറ്റ്സ് നോക്കുക, സാറ്റലൈറ്റിൻ്റെ കോൺസ്റ്റലേഷൻ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൽ 31 എന്താണ് പ്രൈവറ്റ് സാറ്റലൈറ്റ്സ് ആണ്.
ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? റോൾ ഓഫ് ഡിഫൻസ് സ്പേസ് ഏജൻസി DSA. ഇതെന്താണ്? ട്രൈ സർവീസസ് ഏജൻസിയാണ് എസ്റ്റാബ്ലിഷ് ടു ഇൻറ്റഗ്രേറ്റ് ആൻഡ് കോർഡിനേറ്റ് സ്പേസ് ബേസ്ഡ് അസറ്റ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. അതുപോലെ തന്നെ ഓപ്പറേഷണലൈസിംഗ് സ്പേസ് ഫോർ മിലിറ്ററി എയിംസ് ടു ട്രാൻസ്ലേറ്റ് സ്പേസ് കേപ്പബിലിറ്റി ഇൻറ്റു ടാഞ്ചബിൾ മിലിറ്ററി അഡ്വാൻറ്റേജസ്. അതുപോലെ തന്നെ എന്താണ്? അക്വിസിഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് എന്താണ്? റെസ്പോൺസിബിൾ ഫോർ അക്വയറിംഗ് മിലിറ്ററി ഗ്രേഡ് സ്പേസ് അസറ്റ്സ് ആൻഡ് ഓവർസീയിങ് ദെയർ ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ജോയിൻറ്റ് പ്ലാനിംഗ് ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണ്? ഇൻക്ലൂഡ് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, സർവെയിലൻസ് ആൻഡ് ടാർഗറ്റിംഗ്. അതുപോലെ തന്നെ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ്. നമ്മൾ നോർമലി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? മറ്റ് കൺട്രീസ് അല്ലെങ്കിൽ മറ്റ് സ്പേസ് ഏജൻസീസുമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡിപ്പെൻഡൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. ഓക്കെ, സ്ട്രൈവ്സ് ടു റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ സിവിലിയൻ സ്പേസസ് അസറ്റ്സ് ഫോർ ക്രിട്ടിക്കൽ മിലിറ്ററി ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോർഡിനേറ്റ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എഫേർട്സ് ഇൻ മിലിറ്ററി സ്പേസ് ടെക്നോളജീസ്. ഇനി പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? റീസെൻറ്റ് റിഫോംസ് ഇൻ ഇന്ത്യാസ് സ്പേസ് സെക്ടർ. അതിൽ തന്നെ എന്താണ്? പ്രൈവറ്റ് സെക്ടറിൻ്റെ പാർട്ടിസിപ്പേഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെൻറ്റർ. എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് എ സിംഗിൾ വിൻഡോ ഏജൻസി ഫോർ ഓതറൈസിംഗ് ആൻഡ് റെഗുലേറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ ആക്ടിവിറ്റീസ് ഇൻ സ്പേസ്. അതുപോലെ തന്നെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്. അതായത് ISROയുടെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് റെസ്പോൺസിബിൾ ഫോർ കൊമേഴ്സ്യലൈസിംഗ് ISRO's ടെക്നോളജീസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ്. ഇനി മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കുകയാണ് എന്താണ്? GS3 സെക്യൂരിറ്റിക്കകത്ത് സെക്യൂരിറ്റി ചലഞ്ചസ് ഇൻ ന്യൂ ഡൊമൈൻസ്, സ്പേസ് ആസ് എ ന്യൂ ഫ്രണ്ടിയർ ഫോർ വാർഫെയർ അല്ലെങ്കിൽ വാർ സ്പേസ്. അടുത്തെന്താണ്? ഇൻഡിജിനൈസേഷൻ ഓഫ് ഡിഫൻസ് ടെക്നോളജി ആൻഡ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് ഇൻ ഡിഫൻസ് ടെക്നോളജി. പിന്നെ സൈബർ ആൻഡ് സ്പേസ് സെക്യൂരിറ്റി വിത്തിൻ നാഷണൽ സെക്യൂരിറ്റി ഫ്രെയിംവർക്കിലേക്ക് നമ്മൾ എന്താണ്? സൈബർ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സ്പേസ് സെക്യൂരിറ്റിയും കൊണ്ടുവരിക. ഇനി അടുത്ത ന്യൂസ് നമ്മുടെ സണ്ണിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സണ്ണിൻ്റെ ഇന്റീരിയർ അതുപോലെ തന്നെ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ക്ലിയർ നൗ അയൺ ഇൻസൈഡ് ദ സൺ ഈസ് മോർ ഒപ്പേക്ക് ദാൻ എക്സ്പെക്ടഡ്. അതായത് സണ്ണിലുള്ള അയൺ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഇതിൽ ഒപ്പാസിറ്റി ഡിസ്ക്രിപ്പൻസി വന്നിട്ടുണ്ട്. അയൺസ് ഒപ്പാസിറ്റി ഇൻ സോളാർ കണ്ടീഷൻസ് മേ ബി 30 to 400% ഹയർ ദാൻ വാട്ട് മോഡൽസ് കറൻ്റ്ലി അസ്യൂം. അതായത് നമ്മളിപ്പോൾ നിലവിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു ഒപ്പേക്നെസ് എന്താണ്? നമ്മൾ കണ്ടെത്തിയതിനേക്കാളും 30 to 400% കൂടുതലായിരിക്കും എന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ്? ചലഞ്ചിങ് ലോങ് സ്റ്റാൻഡിങ് അസംഷൻസ് ഇൻ സോളാർ ഫിസിക്സ് ആൻഡ് സ്റ്റെല്ലാർ മോഡലിംഗ്. ഈ ഒരു സോളാർ മോഡലിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു സോളാർ ഫിസിക്സിലും നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ തിയറീസും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസിനെയും ഇതെന്ത് ചെയ്യുവാണ്? മൊത്തത്തിലൊരു അനോമാലിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി ഈ ഒരു കണ്ടുപിടുത്തം എന്താണ്? ഒരു എക്സ്പെരിമെൻ്റൽ ബ്രേക്ക് ത്രൂ ആയിട്ടാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ് റെപ്ലിക്കേറ്റഡ് സൺലൈറ്റ് പ്ലാസ്മ കണ്ടീഷൻസ് യൂസിങ് അൾട്രാ ഫാസ്റ്റ് എക്സ്റേ സ്പെക്ട്രോമീറ്റേഴ്സ് ആൻഡ് മഗ്നീഷ്യം ട്രേസേഴ്സ് ടു മെഷർ അയൺ ഒപ്പാസിറ്റി പ്രിസൈസ്ലി. പ്രിസൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അയണിൻ്റെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ അയൺ കണ്ടന്റിൻ്റെ ഒപ്പാസിറ്റി, സണ്ണിൽ എന്താണ് അയണിൻ്റെ ഒപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സോളാർ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ സണ്ണിൻ്റെ ഇൻറ്റീരിയർ, അതുപോലെ തന്നെ റേഡിയേഷൻ സോൺ എന്താണ്? ലെയർ ഓഫ് സൺസ് ഇൻറ്റീരിയർ വെയർ എനർജി ഫ്രം ദ കോർ ഈസ് ട്രാൻസ്പോർട്ടഡ് ഔട്ട്വേർഡ്സ് പ്രൈമറിലി ത്രൂ ദ അബ്സോർപ്ഷൻ ആൻഡ് റീ എമിഷൻ ഓഫ് ഫോട്ടോൺസ്. ദിസ് പ്രോസസ് ഈസ് വെരി സ്ലോ ഡ്യൂ ടു ഹൈ ഡെൻസിറ്റി ആൻഡ് ഒപ്പാസിറ്റി. ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒപ്പാസിറ്റി കണ്ടീഷൻസ് ആണ് ഈ ഒരു റേഡിയേഷനെ എന്താണ് വളരെ ഒരു സ്ലോ പ്രോസസ്സാക്കി മാറ്റുന്നത്. ഇനി മിഷൻസ് ടു സ്റ്റഡി ദ സൺ, എസ്പെഷ്യലി ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ പഠിക്കാനുള്ളതാണ് ഇത്. ആദിത്യ L1 2023 നമ്മൾ ലോഞ്ച് ചെയ്തത്. ലാഗ്രാഞ്ച് പോയിന്റ് ഏതാണ്? L1 ആണ്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്? ലോഞ്ച് ടു സ്റ്റഡിയിങ് ദ സോളാർ കൊറോണ, ക്രോമോസ്ഫിയർ ആൻഡ് സോളാർ വിൻഡ്. ഇനി പ്രിലിംസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് മറ്റ് രാജ്യങ്ങൾ സോളാർ ക്രോമോസ്ഫിയർ അല്ലെങ്കിൽ സോളാർ വിൻഡിനെ കുറിച്ച്, സോളാർ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ മിഷൻസൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളതാണ്. നാസയുടെ പെർസ്പെക്റ്റീവിൽ പാർക്കർ സോളാർ പ്രോബുണ്ട് 2018 ലോഞ്ച് ചെയ്തത്. അടുത്തത് നാസയുടെ തന്നെ സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി SDO 2010 ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ നാസയുടെ മറ്റൊരു ഇനിഷ്യേറ്റീവാണ് സ്റ്റീരിയോ 2006 ലോഞ്ച് ചെയ്തത്. അതുപോലെ തന്നെ സോഹോ ജോയിൻ്റ്ലി ലോഞ്ച്ഡ് ബൈ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ തന്നെ നാസയുമാണ് 1995. അതുപോലെ തന്നെ
പഞ്ച് മിഷൻ 2025 ലോഞ്ച് ചെയ്തതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാസയുടെ സോളാർ പ്രോബ് മിഷനാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി നോക്കുകയാണെങ്കിൽ സോളാർ ഓർബിറ്റർ 2020 ലോഞ്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ സോഹോ നമ്മൾ പറഞ്ഞിരുന്നു 1995 നാസയുമായിട്ട് ചേർന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി ലോഞ്ച് ചെയ്തതാണ്. ഇനി ജപ്പാൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹിനോദെ ലോഞ്ച്ഡ് ഇൻ 2006 സ്റ്റഡിയിങ് ദ സൺസ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അതുപോലെ തന്നെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും മറ്റൊന്നും കൂടിയുണ്ട്, ഉലീസസ്. 1990-2009 വരെ ഒരു ലോങ് ടൈമിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഉലീസസ്. സ്റ്റഡീഡ് ദ സൺ ഫ്രം ഹൈ ലാറ്റിറ്റ്യൂഡ്സ്. ഇനി മെയിൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ്? സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഇൻ ആസ്ട്രോഫിസിക്സ്. അതുപോലെ തന്നെ ഇന്ത്യൻ ആംഗിൾ, ഇപ്പോൾ അത് പോസിബിൾ ആണെങ്കിൽ നമ്മൾ നോക്കുക, കണക്റ്റഡ് വിത്ത് ISRO's ആദിത്യ L1 മിഷൻ ഓർ സോളാർ റിസർച്ച്. ഇത്രയുമാണ് ആക്ച്വലി ഈ ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. ഗുഡ് ബൈ.